ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു എസ്കെ ടോക്സ്. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിങ് ചലഞ്ചിൻ്റെ 10th ഡേ ആണ്. അപ്പം 10th ഡേ ഇന്നിവിടെ ഫ്രൈഡേ ആണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ വീക്കിലി വൺസ് എ ഡേ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഫ്രൈഡേ ആണ് ഫാസ്റ്റിംഗ് ഡേ ദിവസം. അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിരുന്നു, പലപ്പോഴായിട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം ഫാസ്റ്റിംഗ് എടുക്കണമെന്ന്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതൊരു ഉണർവാണ്, നല്ല ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വീട്ടിലെ അമ്മമാർക്കും കുട്ടികൾക്കും ഒരു എക്സെപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, കാരണം അവർക്ക് പലവിധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ വെയിറ്റ് ലോസിങ്ങിലൂടെ പോകുന്ന ആളുകൾക്ക് എക്സെപ്ഷൻ ഇല്ല. അവരെല്ലാവരും വീക്കിലി വൺസ് നിങ്ങൾക്ക് എന്നാണോ അവധി ദിവസം വരുന്നത് ആ ദിവസം ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തേൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഡയറ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നായിരുന്നു, അത് നമ്മുടെ തുടക്ക ദിവസങ്ങളിൽ, അതായത് 1ാം തീയതി 2ാം തീയതി ഒക്കെ ഞാൻ പ്രത്യേകം നിങ്ങളുടെ പറഞ്ഞിട്ട് മെഷർമെൻറ്റ് ചെക്ക് ചെയ്യണം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് നോക്കി. പ്രത്യേകമായിട്ട് എനിക്കിപ്പോൾ എനിക്ക് കുറച്ച് വയറ് ചാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നിച്ചാണ് ഡയറ്റിംഗ് എടുക്കുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുത്ത് പോവല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഡയറ്റിംഗ് എടുത്ത് ഒന്നിച്ചാണ് നമ്മൾ യാത്ര ചെയ്യണം. അപ്പം എനിക്കുള്ള മാറ്റങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതും നിങ്ങൾക്കതൊരു യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുവരെ മെഷർമെൻറ്റ്സ് നോക്കാത്തവർ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ തുണി തയ്ക്കാനോടത്ത് പോകുമ്പോൾ അളക്കൂലേ, അതുപോലത്തെ സാധാ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾ അളക്കുക. നിങ്ങൾ എവിടെയാണ് നമുക്ക് ചാട്ടം കൂടുന്നത് അവിടെ അളക്കുക. വയറാണ് ഇപ്പോൾ ചാട്ടം കൂടുമെങ്കിൽ വയർ, നെഞ്ചാണെങ്കിൽ നെഞ്ച്, കൈ കാലൊക്കെയാണ് അളക്കുക. അളന്നിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് മാറ്റം ഫീൽ ചെയ്യും. 10 ദിവസം നമ്മൾ ഡയറ്റിങ്ങിലായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 ആയിരുന്നു എൻ്റെ വയറിൻ്റെ സെൻറ്റിമീറ്റർ അളവ്, പൊക്കിളിൻ്റെ അവിടെ. ഇന്ന് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അത് 104 ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 4 സെൻറ്റിമീറ്ററാണ് കുറഞ്ഞേക്കുന്നത്. ഞാനെൻ്റെ തുടക്കം, ഇത് 1 ഇയർ ബിഫോർ എൻ്റെ വയറിൻ്റെ അളവ് എന്ന് പറയുന്നത് 115 ആയിരുന്നു, 115 ആയിരുന്നു. ഇന്നത് 104 എത്തി. എന്നാലോചിക്കുക, എളുപ്പമല്ല ഈ പറയുന്ന സെൻറ്റിമീറ്റർ അളവ് കുറയ്ക്കാൻ എളുപ്പമല്ല. നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നാണ് നമ്മൾ മെഷർമെൻറ്റ് നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കാൻ പാടില്ല. ഓക്കെ, അപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം വെയിറ്റ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആക്ച്വൽ വെയിറ്റ് അപ്പോൾ കിട്ടും. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും വെയിറ്റ് ലോസിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ദിവസം നമ്മൾ വെള്ളം കുടിക്കാം, കുഴപ്പമില്ല. ബാക്കി ഭക്ഷണം കാര്യങ്ങളും എല്ലാം അവോയ്ഡിങ് ആണ്, നമ്മൾ കഴിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു, 1 കിലോ ആണ് കുറഞ്ഞത്. അത് പെട്ടെന്ന് കുറയില്ല, കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് പെട്ടെന്ന് കുറയേണ്ട ആവശ്യമില്ല ശരിക്കും ശരീരത്തിന്. അത് ഗ്രാജുവലിയാണ് കുറയേണ്ടത്. അതായത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് 10 കിലോ 15 കിലോ ഒക്കെ കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പണി കിട്ടും. വെറുതെ മറ്റുള്ളവർ പരസ്യങ്ങൾ കണ്ടിട്ട് അതിനകത്തേക്ക് ആരും കയറി കാശും കൊടുത്ത് ചാടി കയറാൻ നിൽക്കണ്ട. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പക്ക 100% ഓക്കെ ആണെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അതെല്ലാം നമുക്ക് ഭാവിയിൽ പണി കിട്ടുന്നതാണ്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡേയ്സിൻ്റെയാണ്, ഒരു മാസമല്ല, 180 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ 6 മാസത്തെ പ്ലാൻ കൊണ്ട് മതിയെന്നേ. നമ്മൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കൂട്ടുന്നില്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിച്ച് സാവകാശം നമ്മൾ വെയിറ്റ് കൂട്ടണം. അപ്പോൾ അതുപോലെ തന്നെ സാവകാശമേ വെയിറ്റ് കുറയ്ക്കാൻ പാടുള്ളൂ. അതിന് സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാനന്ന് പറഞ്ഞിരുന്നു, ജസ്റ്റ് നമ്മുടെ കാലിങ്ങനെ വയ്ക്കുക, 2 കാലും കൂട്ടി വെച്ചിട്ട് പയ്യ ഇത് വിരലുകളാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുക, നോർമലാവുക, മുകളിലേക്ക് പൊങ്ങുക, നോർമലാവുക. ഈ ഭാഗം പൊങ്ങരുത്, ഈ ഭാഗം മണ്ണിൽ മുട്ടി നിൽക്കണ പോലെ, അല്ലെങ്കിൽ ടൈലിന് മുട്ടി നിൽക്കണം, മുകളിലേക്ക് പോകണം. ചെരുപ്പ് ഊരി ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്, കറക്റ്റായിട്ട് കിട്ടും. ചെരുപ്പ് ഊരാൻ പറ്റാത്തവർക്ക് ചെരുപ്പ് ഇട്ടിട്ടായും ചെയ്യാം. ഈ പാരഗൺ പോലത്തെ ചെരുപ്പുകളൊക്കെ ഇട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതൊരു 10 ടൈംസ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, വീണ്ടും ഒരു 10 ടൈംസ് ചെയ്യുക, 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, വീണ്ടും ഒരു 10 ടൈംസ് ചെയ്യുക. അപ്പോൾ ഇതൊരു 3 സെറ്റ് വെച്ച് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ടൈംസ് നമുക്ക് 1 ടൈം നമുക്ക് ചെയ്തുമ്പോൾ നമുക്ക് കാലിൻ്റെ ഈ കാഫ് ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ ഏകദേശം ഒരു പിടുത്തം ഫീൽ ചെയ്യും. കാരണം അവിടുത്തെ മസിൽസൊക്കെ അത്ര നാളൊരു ആക്റ്റീവ് അല്ലായിരുന്നു. നമ്മൾ എക്സസൈസ് കൊടുക്കുമ്പോഴാണ് ആ മസിൽസിനൊരു വലിച്ചിലും ചുരുങ്ങലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു പെയിൻഫുൾ ആയിരിക്കും. നാളെ ആയിരിക്കും പെയിൻ വരിക. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പെയിൻ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് 10 ടൈംസിൻ്റെ ഒരു സെറ്റ് ചെയ്യണമെങ്കിൽ നാളെ അത് 20 ടൈംസിൻ്റെ ആക്കാം, മറ്റൊന്ന് 30 ടൈംസിൻ്റെ ആക്കാം. പിന്നെ വീണ്ടും 10 ടൈംസ് സ്റ്റാർട്ട് ചെയ്യുക, 20, 30, അങ്ങനെ ഒരു വീക്കിൽ 3 സെറ്റ് വെച്ചിട്ട്. എൻ്റെ ആ ഒരു കൗണ്ടിങ് മനസ്സിലായില്ലേ? ആദ്യം 10, പിന്നെ 20, പിന്നെ 30, പിന്നെ അഗെയിൻ 10, 20, 30, അങ്ങനത്തെ 3 സെറ്റ് വെച്ചിട്ട് ഒരു വീക്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം. അത് കൈ ഇങ്ങനെ നിർത്തി പിടിക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇങ്ങനെ നിന്നിട്ട് പൊങ്ങി താഴ്ന്നു, പൊങ്ങി താഴ്ന്നു, പൊങ്ങി താഴ്ന്നു. കേട്ടോ, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. കാലിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് ഫോഴ്സ് കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഫിംഗറിൽ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇങ്ങനെ ചാടുന്നത് ഫിംഗർമേ നിന്നിട്ട് ഫിംഗർ മാത്രം താഴെ നമുക്ക് മുട്ടാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ജമ്പ് ചെയ്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫ്ലോ കിട്ടും. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നോക്കാം. ഈ വീക്കിൽ നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഒരു ഡേ നമ്മുടെ ഫാറ്റ് എത്ര വേണം, പ്രോട്ടീൻ എത്ര വേണം, കാർബോഹൈഡ്രേറ്റ് എത്ര വേണം,
മറ്റേ ഫൈബർ എത്ര വേണം, വാട്ടർ എത്ര വേണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് മാനർ നമുക്ക് നാളെ നമ്മുടെ ഡിസ്കഷനിൽ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നിപ്പോൾ ഏകദേശം ഇവിടെ 2 മണിയായി, നാട്ടിൽ 4:30-5 മണിയായെന്ന് കരുതുന്നു. അപ്പം നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ കാണാം.